ലിറ്ററേച്ചർ ഓഫ് ദ 20th ആൻഡ് 21st സെഞ്ചുറിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. റെസിറ്റാറ്റീവ് എന്നുള്ള ടൈറ്റിലിൻ്റെ കമൻറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ടൈറ്റിൽ റെസിറ്റാറ്റീവ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ടേം ആണ്. റെസിറ്റേറ്റീവ് ആ ഒരു വേർഡിൽ നിന്നാണ് ദ ടൈറ്റിൽ റെസിറ്റാറ്റീവ് വന്നത്. പിന്നെ റെസിറ്റേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റൈൽ ഓഫ് സിംഗിങ് ക്ലോസ് ടു നാച്ചുറൽ സ്പീച്ച്. ഓക്കെ, അപ്പം ടോണി മോറിസൺ ഈ ഒരു ടേം യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിയുടെ റിതം ആൻഡ് ആസ് വെൽ ആസ് ദി ഡയലോഗിൻ്റെ ആ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ സൈലൻസ്, പോസസ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. മെമ്മറിയും സ്പീച്ചിനെയും ഈ ടൈറ്റിൽ സിഗ്നൽ ചെയ്യുന്നു. ഒരു എന്താ പറയുക, ആ ഒരു പിന്നെ വർക്കിനകത്തുള്ള ഗേൾസിൻ്റെ ലൈഫ്സിലെ ഒരു പെർഫോമൻസ് ലൈക്ക് ക്വാളിറ്റിയാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. സ്പോക്കൺ വേർഡും ഫുൾ സോങ്ങും തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ് റെസിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി സങ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ്, ജസ്റ്റ് ഒരു ഹിൻറ്റ് പോലെ തരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ടോണി മോറിസൺ യൂസ് ചെയ്യുന്നത്. ആ ഒരു ആംബിഗ്വിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ കാണിക്കാൻ വേണ്ടി. വളരെ ഷോർട്ട് ക്വിക്ക് ആയിട്ടുള്ള സീൻസ് ആണ് റെസിറ്റേറ്റീവിലെ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീഡേഴ്സിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ടോണിലാണ് നമ്മൾ കൂടുതലും അറ്റൻഷൻ പേ ചെയ്യുന്നത് റാദർ ദാൻ ദി പ്ലോട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു റേഷ്യൽ ഡിറ്റർമിനസിയെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അതാണ് ഇതിനകത്ത് തീം എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി പെർഫോംഡ് ആണെന്നും അല്ലാതെ ഫിക്സ്ഡ് അല്ല എന്നുള്ളതുമാണ് ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ ഫെമിനിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ അമേരിക്കൻ ഫെമിനിസം ഫോക്കസസ് ഓൺ ബ്ലാക്ക് വിമൻസ് എക്സ്പീരിയൻസസ്. ബോത്ത് റേസസും സെക്സസും രണ്ട് കാര്യങ്ങളാണ് അവർ ചലഞ്ച് ചെയ്യുന്നത്. ബിക്കോസ് ഈ രണ്ട് കാര്യങ്ങളും മെയിൻ സ്ട്രീം ഫെമിനിസം ഇഗ്നോർ ചെയ്തിരുന്നു. അതായത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ റേസിസം എന്നുള്ള കാര്യം മെയിൻ സ്ട്രീം ഫെമിനിസം ഇഗ്നോർ ചെയ്തിരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്സും എല്ലാം ഈ ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റിനെയും ഇഗ്നോർ ചെയ്തിരുന്നു. സോ അതിനെയൊക്കെ ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ബെൽ ഹൂക്സ് ഉണ്ട്, ഓഡ്രെ ലോഡ് ഉണ്ട്, ഏഞ്ചല ഡേവിസ് ഉണ്ട്. ഇന്റർസെക്ഷനാലിറ്റിയാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് റേസും ജെൻഡറും ക്ലാസും സെക്ഷുവാലിറ്റിയും എങ്ങനെ ഓവർലാപ്പ് ആകുന്നു, അതാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ ഫെമിനിസ്റ്റുകൾ അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നു. ആ സ്ലേവറിയുടെ ട്രോമയെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈക്വൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നും ആ കമ്മ്യൂണിറ്റിയുടെ സർവൈവൽ സ്ട്രാറ്റജീസിനെ കുറിച്ചും ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള കളറിസത്തിനെ അവർ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫാമിലി ആൻഡ് സൊസൈറ്റിയിലെ പേട്രിയാർക്കൽ സ്ട്രക്ചറിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് മ്യൂസിക്കിലും ആർട്ടിലും ലിറ്ററേച്ചറിലും റിഫ്ലക്റ്റഡ് ആക്കുന്നു. അപ്പോൾ ബ്ലാക്ക് വുമൺഹുഡിനെയും ക്രിയേറ്റിവിറ്റിയും സെലിബ്രേറ്റ് ചെയ്യുന്നു. വിമൻ ഓഫ് കളറിൻ്റെ ഇടയിൽ ഒരു സോളിഡാരിറ്റി കൊണ്ടുവരുന്നു. ലിറ്ററേച്ചർ ഒരു ടൂൾ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു. റൈറ്റേഴ്സ് ലൈക്ക് ടോണി മോറിസൺ ആൻഡ് മായ ഏഞ്ചലോ ആണ് ഈ മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്ത്. സോ യു ക്യാൻ ഓൾസോ ആഡ് ദി വർക്ക്സ് ഓഫ് ദീസ് ടു വിമൻ റൈറ്റേഴ്സ്. എന്താണ് ഈ ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻ ഫെമിനിസത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവരുടെ വർക്ക്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ദ ഹിസ്റ്ററി ഓഫ് ബീസ് എന്നുള്ള വർക്കിലെ നറേറ്റീവ് സ്ട്രക്ചർ. ഇതിനകത്ത് നറേറ്റീവ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ 3 പാരലൽ സ്റ്റോറീസ് ആണ്. ഓരോ സ്റ്റോറി ലൈനും ഡിഫറെൻറ്റ് ടൈം പീരീഡിലാണ് ഉള്ളത്. വില്യത്തിൻ്റെ സ്റ്റോറി 1852, ജോർജിൻ്റെ സ്റ്റോറി 2007, ടാവോയുടെ സ്റ്റോറി 2098. ഫ്യൂച്ചറിലാണ് അത് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി അക്രോസ് സെഞ്ചുറീസ് നമുക്ക് കാണാൻ സാധിക്കും. 3 നറേറ്റീവ്സും ലിങ്ക് ചെയ്യുന്ന തീം ഓഫ് ബീസിൻ്റെ വെച്ചിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. എക്കോളജിക്കൽ ക്രൈസിസിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റീഡേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ എന്താ പറയുക, ആ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് എക്കോസിസ്റ്റം ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നോൺ ലീനിയർ ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചറാണ്. ആ ഒരു ഓർഡറിലല്ല പോയേക്കുന്നത്. എന്നാലും അത് കുറച്ച് ബാലൻസ്ഡ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി സ്ട്രഗിൾസ് ഓവർ ടൈം അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്മോൾ ആക്ഷൻസ് ഫ്യൂച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലൈമാക്സിനകത്ത് ഈ 3 സ്റ്റോറീസും തിമാറ്റിക്കലി മേർജ്ഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് മാജിക്കൽ റിയലിസം എന്താണെന്നുള്ളതാണ്. മാജിക്കൽ റിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസം പ്ലസ് മാജിക്കൽ എലമെൻസ് ആണ്. അത് ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചറിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. മേജർ പ്രാക്ടീഷണർ എന്ന് പറയുന്ന റൈറ്റർ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് ആണ്. സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്സ് ഉണ്ട്, പ്ലസ് ഓർഡിനറി ആയിട്ടുള്ള എലമെൻസും കാണും. ക്യാരക്ടേഴ്സ് ഈ മാജിക്കൽ എലമെൻസിനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. വളരെ കാം ടോണിലാണ് എഴുതിയിരിക്കുന്നത്. എവരുടെ ലൈഫിലെ മിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പിന്നെന്താ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സൊസൈറ്റിയെക്കുറിച്ചുള്ള ഹിഡൻ ട്രൂത്ത്, സിംബലിസം, പിന്നെ മിത്ത്, ഫോക്ലോർ, റിയാലിറ്റി, അത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഒരു ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഹ്യൂമറും ഐറണിയും ഒക്കെ കാണും. മാജിക്കും റിയാലിറ്റിയും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു. അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. പിന്നെ ഡിഫൈൻ ഇൻട്രാക്റ്റീവ് നറേറ്റീവ്. ഇൻട്രാക്റ്റീവ് നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഷേപ്ഡ് ബൈ യൂസർ ചോയ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഡിജിറ്റൽ ലിറ്ററേച്ചറിനകത്തുള്ള ആ 3
പോംസ് അല്ലെങ്കിൽ വർക്ക്സ് എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് നറേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ സ്റ്റാൻസയിലോട്ടും ഓരോ പേജിലോട്ടും ഒക്കെ നമ്മൾ പോകുന്നത് അല്ലേ. ലോസ് ഓഫ് ഗ്രാസ്പ് ആണെങ്കിലുണ്ടെങ്കിലും, ലോസ് ഓഫ് ഗ്രാസ്പ് എന്നുള്ള പോം ആണെന്നുണ്ടെങ്കിലും, ഹൈമക്ക് എയ്മക്ക് എന്നുള്ള പോം ആണെന്നുണ്ടെങ്കിലും ഇൻട്രാക്റ്റീവ് നറേറ്റീവ് ആണ്. യൂസറിൻ്റെ ചോയ്സ് അനുസരിച്ചാണ് സ്റ്റോറി ഷേപ്പായിട്ട് വരുന്നത്. ഡിജിറ്റൽ ഗെയിംസ്, VR അല്ലെങ്കിൽ ഓൺലൈൻ ഫിക്ഷൻ, ഇതൊക്കെയാണ് ഇൻട്രാക്റ്റീവ് നറേറ്റീവിനകത്ത് വരുന്നത്. റീഡേഴ്സ് പാർട്ടിസിപ്പൻസ് ആയിട്ട് മാറും, പാസീവായിട്ട് വെറുതെ ഇരിക്കത്തില്ല. പിന്നെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ യൂസർ എടുക്കുന്ന ഡിസിഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ പാത്ത് വേസ് കാണും, സ്റ്റോറി ലൈൻസ് ഒക്കെ കണക്റ്റഡ് ആയിരിക്കും. ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റോറി ടെല്ലിംഗ് അത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ടെക്നോളജി നമ്മൾ ഹെവിലി യൂസ് ചെയ്യേണ്ടി വരും. ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ അല്ല, ഒരു ലോജിക്കാലിറ്റി കാണത്തില്ല. പിന്നെന്താണ്, നമുക്കൊരു പസിൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് തരും. ക്യാരക്ടേഴ്സ് നമ്മുടെ ആക്ഷൻസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഔട്ട്കംസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. കാരണം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന, നമ്മൾ ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൈൻഡ് ഓഫ് അൽഗോറിതം അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ പോലൊക്കെ വരും. റോൾ പ്ലേയിങ് ഗെയിംസ് പോലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആക്റ്റീവായിട്ട് റീഡേഴ്സിന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. അത് എഡ്യൂക്കേഷണലുമാണ്. ഒരു കൊളാബറേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിനെ ഇത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു പോസ്റ്റ് മോഡേൺ നറേറ്റീവ് ട്രെൻഡാണ് കേട്ടോ. ഇനി റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദി റോൾ ഓഫ് ടറ്റെ ഇൻ റാഗ് ടൈം. ടറ്റെ എന്ന് പറയുന്നത് ഒരു ഇമിഗ്രൻറ്റ് ജൂയിഷ് ആർട്ടിസ്റ്റാണ് റാഗ് ടൈം എന്നുള്ള വർക്കിനകത്തുള്ള. അത് അമേരിക്കൻ ഡ്രീമിനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ട്രഗ്ലിംഗ് സില്ലൗട്ട് മേക്കർ ആയിരുന്നു ബിഗിനിങ് ഓഫ് ദ നോവൽ. പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡോട്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുക. വർക്കിംഗ് ക്ലാസ് സ്ട്രഗിളിനെയാണ് അദ്ദേഹം സിംബലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസ് വളരെ സോഷ്യലിസ്റ്റ് ആണ് ഏർലി ഇൻ ദ നോവൽ. പിന്നെ ലേബർ ആക്ടിവിസത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. വയലൻസ് ഒക്കെ ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റിയാണ് അദ്ദേഹത്തിനെ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നത്. ആൻഡ് ലേറ്റർ ഹി ബിക്കംസ് എ ഫിലിം മേക്കർ. സോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ റീഇൻവെൻറ്റ് ചെയ്യുകയാണ് ഓരോ ലൈഫിൽ ഓരോ സ്റ്റേജിലും. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലാസ് ബാരിയേഴ്സിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു സെൽഫ് മെയ്ഡ് സക്സസ് ആണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ നമുക്ക് കാണിക്കുന്നത് ഫ്ലൂയിഡിറ്റി ഓഫ് ഐഡൻറ്റിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഡോട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹോപ്പാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സൊക്കെ വരുന്നുണ്ട്. ഫാക്റ്റും ഫിക്ഷനും കൂടി ബ്ലെൻഡ് ചെയ്യുന്നതാണ് റാഗ് ടൈം എന്ന് പറയുന്നത്. അടുത്തത് മെറ്റാഫിക്ഷനാണ്. മെറ്റാഫിക്ഷൻ എന്ന് വെച്ചാൽ ഫിക്ഷൻ ദാറ്റ് കമൻസ് ഓൺ ഇറ്റ്സ് ഓൺ നേച്ചർ. അതായത് റീഡേഴ്സിന് മനസ്സിലാവും അവരൊരു സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആ ഒരു റിയാലിറ്റിയുടെ ഇല്യൂഷൻ ബ്രേക്ക് ചെയ്യുന്നു. റൈറ്റിംഗ് പ്രോസസ്സിനെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മേ നോ ദേ ആർ ഫിക്ഷണൽ. അതായത് നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുന്നു. നോവൽ വായിക്കുമ്പോൾ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് അറിയാൻ നമ്മൾ അവരുടെ ഡയലോഗ്സ് എല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ പ്ലോട്ട്സ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് റൂൾസിനനുസരിച്ച് വേരി ചെയ്യും. ട്രഡീഷണൽ ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചർ ആയിരിക്കത്തില്ല ഉള്ളത്. പിന്നെ റീഡേഴ്സിൻ്റെ അടുത്ത് റീഡേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും, എൻകറേജ് ചെയ്യും. പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് ഇതെന്ന് പറയുന്നത്. ജോൺ ബാർത്ത്, ഇറ്റാലോ കാൽവിനോ ഒക്കെ ഇങ്ങനെയുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എഴുതുന്നവരാണ് കേട്ടോ. സ്റ്റോറീസ് വിത്തിൻ സ്റ്റോറീസ്, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. ഓഥറിൻ്റെ അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുന്നു. പിന്നെന്താണ്, ഒരു നറേറ്റീവ് ലോജിക്കിനിടയിൽ നമുക്ക് നറേറ്റീവ് ലോജിക്ക് വലുതായിട്ട് കാണത്തില്ല. ഫാക്റ്റും ഫിക്ഷനും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഈ ഫിക്ഷൻ്റെ ലിമിറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നറേറ്റീവ് എന്തെന്ന് പറയുന്നത് മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റിഷ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിറ്റേഷൻ ഓഫ് അനദർ സ്റ്റൈൽ, സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും, നോട്ട് മോക്കിംഗ്. പിന്നെന്താണ്, ഈ മൾട്ടിപ്പിൾ സ്റ്റൈലിനെ ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും പാസ്റ്റിച്ച് ആ ഒരു വർക്ക് എഴുതുന്നത്. പ്രീവിയസ് ഓതേഴ്സിൻ്റെ വർക്ക്സിൽ നിന്നൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാം. സറ്റയർ പോലെ ആയിരിക്കത്തില്ല. പിന്നെന്താണ്, ഒരു മിക്സിംഗ് ആയിരിക്കും, ഒരു കൊളാഷ് പോലെ ആയിരിക്കും. അതായത് ലിറ്ററേച്ചറിലും ഫിലിമിലും ആർട്ടിലും മ്യൂസിക്കിലും ഒക്കെ കാണും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിലിമിനകത്ത് മറ്റൊരു ഫിലിമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പാസ്റ്റിച്ച് എന്ന് വിളിക്കാം. സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി, കളിയാക്കിക്കൊണ്ടെന്നുള്ള രീതിയിലല്ല, സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നു. പിന്നെന്താണ്, റെഫറൻസസ് ഒരുപാട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നു. പ്ലേഫുൾ ആയിട്ടുള്ള റീഇൻ്റർപ്രിറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് പാസ്റ്റിഷിനകത്ത് വരുന്നത്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്വിറ്ററേച്ചർ എന്നാണ്. ട്വിറ്ററേച്ചർ എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ ക്രിയേറ്റഡ് ഓൺ ട്വിറ്റർ. ഷോർട്ട് കൺസൈസ് ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ 280 ക്യാരക്ടേഴ്സ് പെർ ട്വീറ്റിലുള്ള ലിറ്റററി വർക്കിനെ നമുക്ക് ട്വിറ്ററേച്ചർ എന്ന് വിളിക്കാം. മൈക്രോ സ്റ്റോറി ടെല്ലിംഗ് ആണിത്. ക്ലാസിക്കൽ ടെക്സ്റ്റിനെ നമുക്ക് ട്വീറ്റ് ഫോമിൽ ചെയ്യാം. ന്യൂ നറേറ്റീവ് ആയിട്ടൊരു എക്സ്പെരിമെൻറ്റഡ് റൈറ്റിംഗ് ആണിത്. ഗ്ലോബൽ ഓഡിയൻസിനെ ക്വിക്കായിട്ട് ഇത് റീച്ച് ആവും ട്വിറ്ററിലൂടെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഒരു സീരിയൽ സ്റ്റോറി ടെല്ലിംഗ്, ഇൻട്രാക്റ്റീവ് റീഡിങ്, #ടാഗ്സ് വെച്ചിട്ടൊക്കെ നമുക്കിതിനെ ഓർഗനൈസ് ചെയ്യാം. ത്രെഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റോറീസ് എക്സ്പാൻഡ് ചെയ്യാം. കൊളാബറേറ്റീവ് ഫിക്ഷനാക്കി മാറ്റാം. നമുക്ക് വേറെ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ കമൻട്രി ആവാം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ റൈറ്റിങ്ങിനെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു കാര്യമാണ് ട്വിറ്ററേച്ചർ എന്ന് പറയുന്നത്.
രൂപി കൗറിൻ്റെ പോയട്രി, നികിത ഗില്ലിൻ്റെ പോയട്രി, അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററേച്ചർ എന്നുള്ള ഈ ഒരു ലിറ്ററേച്ചർ ആ ഒരു ഡിജിറ്റൽ ലിറ്ററേച്ചറിനകത്ത് വയ്ക്കും.